ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോ A16 ആണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരാണെങ്കിൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മളിത് ഡിസ്പ്ലേ മാറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ഡോറെല്ലാം സേഫായിട്ട് അഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ കണ്ടൻറ്റുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ഫോൺ റിപ്പയറിങ്ങിൻ്റെ കണ്ടൻറ്റ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്ന വീഡിയോ മാത്രം ഇടുന്നത് എന്നാന്ന്. ഡിസ്പ്ലേ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയ പരിപാടിയൊന്നും അല്ല. വിചാരിക്കുന്ന പോലെ ചുമ്മാ ഡിസ്പ്ലേ അഴിച്ചെടുത്തിട്ട് ചുമ്മാ വെക്കുന്ന പരിപാടിയല്ല ഇത്. ഇതിന് കുറേ ഇതുണ്ട്. കുറേ പേര് വിചാരിക്കുന്നുണ്ട് ഈ ഡിസ്പ്ലേ മാറുന്നതൊക്കെ ഭയങ്കര ഈസിയാണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷേ അല്ല, ഡിസ്പ്ലേ മാറുന്നതിലും കാര്യമുണ്ട്. ഐഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ മാറുന്നതിൽ കുറേ കാര്യങ്ങൾ നോക്കാറുണ്ട്. ഓക്കെ, ഡിസ്പ്ലേ മാറുന്നതും ഇപ്പോൾ ബോർഡ് വർക്കാണെങ്കിൽ തന്നെ ഞാൻ ചെയ്യാറുണ്ട്. എന്ത് വർക്കും നമ്മൾ ചെയ്യാറുണ്ട്. CC മാറുന്നതും അതും ഇതും എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. സോഫ്റ്റ്വെയർ വർക്കും ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എന്ത് വർക്കുണ്ടെങ്കിലും നമ്മളെ ഏൽപ്പിക്കാവുന്നതാണ്. നല്ല സൂപ്പറായിട്ട് ചെയ്ത് കയ്യിൽ തരും. നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 2025 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ 2025? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വർഷം തന്നെയായിരുന്നു 2025. പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറേ അനുഭവങ്ങൾ കിട്ടി. 2025 എനിക്ക് ശരിക്കും ഒരു നല്ല വർഷമായിരുന്നു. ഓക്കെ, പുതിയൊരു തൊഴിൽ പഠിക്കാൻ പറ്റി. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഏറ്റവും വലിയ കാര്യം അതാ, പുതിയൊരു തൊഴിൽ പഠിക്കാൻ പറ്റി. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനുള്ള ജോലിയുണ്ട്. ഇതാണ് എൻ്റെ പാഷൻ. അതായത് എനിക്ക് ഏതാണ്ട് 8ാം ക്ലാസ് മുതൽക്കേ ഈ ഫോൺ റിപ്പയറിങ്ങും അതിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നു. ഓരോരുത്തരുടെ ഫീൽഡ് അതാണ്, മനസ്സിലായോ? കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ വല്ലതും കിട്ടുന്നുണ്ടോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. നമ്മൾ കാശ് പ്രതീക്ഷിച്ച് ഒരു പണിക്കകത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല, ഉള്ളത് പറയാലോ. കാശ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഏത് പണി ചെയ്താലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. കിട്ടും, മാസം മാസം സാലറി കിട്ടും, അത് വേറെ. പക്ഷേ അങ്ങനല്ല. ഒരു പണി ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, അതിനകത്ത് മുഴുകി പോകുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ഇരിക്കുന്നൊരു പണി ഉണ്ടെങ്കിൽ അതാണ് പാഷൻ. ആ പാഷനാണ് എനിക്കിത്. നിങ്ങൾക്കത് വേറെ ആയിരിക്കും. ചിലവർക്ക് പടം വരയ്ക്കുന്നത്, ചിലവർക്ക് പാട്ട് പാടുന്നത്, അങ്ങനെ വേറെ വേറെ ജോലികളുണ്ടാവും. എനിക്കിതാണ്. അപ്പോൾ ഇത് സിമ്പിൾ പരിപാടിയാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് വരരുത്. അത് കേൾക്കുമ്പോൾ നമുക്കൊരിതാണ്, എന്തോരം കഷ്ടപ്പെട്ടാൽ നമ്മളൊരു വർക്ക് ചെയ്ത് അത് നീറ്റായിട്ട് കൊടുക്കുന്നതെന്ന് അത് നമുക്കറിയാം. ഓക്കെ, അത് ഓരോരുത്തരുടെ വർക്ക്. ഒരു പടം വരയ്ക്കുന്ന ഒരാളോട് ഇത് ഇത്ര മിനിറ്റത്തെ പരിപാടിയുള്ളൂ, ഇതിനാണോ ഇത്രയും പൈസ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് അത്. നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം, എന്നാലേ അതിനൊരു കാര്യമുള്ളൂ. ഞാൻ ഏത് ഡിസ്പ്ലേ ഇടുമ്പോഴും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞാനത് മാറ്റി വെക്കാറേ ഉള്ളൂ. ആ ഡിസ്പ്ലേ ഇടാറില്ല. ഈ ഡിസ്പ്ലേ ഇപ്പോൾ പക്കയാണ്, ഓക്കെയാണ്, അതുകൊണ്ടാണ് നമ്മളിടുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് പാക്ക് ചെയ്യാം. പിന്നെ പറയാൻ മറന്നുപോയി ഗൈസ്, നമുക്ക് ഇൻസ്റ്റയിൽ 1000 ഫോളോവേഴ്സ് ആയിരിക്കുകയാണ്. ഇനി യൂട്യൂബിലും കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് സെറ്റാവാമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ ഗൈസ്, ബൈ.